Hi friends, this is me Tintu and you are watching your Tintuzlife. അപ്പോൾ നമ്മളിപ്പം ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലുള്ള ഇൻഫൻറ്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോമെറ്റൊക്കെ പഠിച്ചിട്ടുള്ളത് ഈ ഒരു സ്കൂളിലാണ്. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസിലൂടെ കണ്ടിട്ടുള്ള സിസ്റ്റർ മരിയ ഗ്രേസ് ഇവിടെയാണുള്ളത്. അപ്പോൾ സിസ്റ്ററുടെ പച്ചക്കറി തോട്ടവും പൂന്തോട്ടവും എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻഫൻറ്റ് ജീസസ് സ്കൂളിൻ്റെ മുൻപിൽ എൻട്രൻസിൽ തന്നെയുള്ള ഗാർഡൻ കാണാം. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള പല കളറിലുള്ള ചെത്തിപ്പൂക്കൾ ഇവിടെയുണ്ട്. നല്ല റോസ് കളറിലുള്ളതും അതേപോലെ തന്നെ നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള ചെത്തിപ്പൂവൊക്കെ ഇവിടെയുണ്ട്. ഇതുകൂടാതെ ഇവിടെ മഞ്ഞ കോളാമ്പിയും നല്ല മനോഹരമായിട്ട് വെട്ടിയൊതുക്കി ഇവിടെ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗാർഡനിലൂടെ പോകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനും അതേപോലെ തന്നെ കണ്ണിനും ഒക്കെ വളരെയധികം സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നത് വ്യത്യസ്തമായ നിറത്തിലുള്ള പൂക്കളോട് കൂടിയ സീനിയ ചെടിയാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മഞ്ഞ കളറിലും അതേപോലെ തന്നെ വയലറ്റ് കളറിലും ഒക്കെയുള്ള കൊങ്ങിണി പൂക്കൾ. കൂടാതെ ഇവിടെ നമ്മുടെ ചെറിയ റോസ് കളറിലുള്ള ചെമ്പരത്തിയും ഉണ്ട്. ഇതാണ് ചൈനീസ് ബാൾസം. ഈ ചൈനീസ് ബാൾസത്തിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് കുറേ റോസാ ചെടികൾ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൽ തന്നെ പല കളറിലുള്ളതുണ്ട് കേട്ടോ. റെഡ് കളറിലുള്ള റോസാപ്പൂവുണ്ട്, അതേപോലെ തന്നെ വെള്ള കളറിലുള്ള റോസാപ്പൂവുണ്ട്, റോസ് കളറിലുള്ളതുണ്ട്, അതേപോലെ തന്നെ യെല്ലോ കളറിലുള്ള റോസാപ്പൂവൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു ചെടിയാണ്. ഇതാണ് നമുക്ക് മിറാക്കിൾ ഫ്രൂട്ട് തരുന്നത്. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ്. ചെറിയ ഒരു പുളിരസത്തോടു കൂടിയുള്ള ഈ മിറാക്കിൾ ഫ്രൂട്ട് പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ്. ഈ കാണുന്നതാണ് റംബൂട്ടാൻ. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ബ്രൈഡൽ ബൊക്കയിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ചെടി കാണാൻ പറ്റും. അതേപോലെ തന്നെ മഞ്ഞ കളറിലും ഓറഞ്ച് കളറിലുള്ള ചീര ചെടികളുണ്ട്. ഇതാണ് ഈ ഗാർഡനിലെ അടുത്തൊരു സ്പെഷ്യാലിറ്റി ഉള്ള ചെടി എന്ന് പറയുന്നത്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വ്യത്യസ്തമായ കളറിലുള്ള പൂക്കൾ ഒരേ ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെ വെള്ള കളറിലും അതേപോലെ തന്നെ വയലറ്റ് കളറിലുള്ള നല്ല മണമുള്ള പൂവാണ് ഇതിൽ ഉണ്ടാവുന്നത്. ഇത് വയലറ്റ് പൂക്കളുള്ള കൊങ്ങിണി ചെടിയാണ്. ഈ ഒരു ഗാർഡനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചെടിയാണ്. കാരണം ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് എന്നെ കൂടുതലായിട്ടും ഈ ഒരു ചെടിയിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നേച്ചർ എത്ര ഭംഗിയായിട്ടാണല്ലേ കളർ കോമ്പിനേഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇൻഫൻറ്റ് ജീസസ് സ്കൂളിൻ്റെ പുറകിൽ മുകൾ ഭാഗത്തായിട്ട് കുട്ടികൾക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു പാർക്ക് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ അതിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാത തന്നെയാണ് ഇത്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ പാർക്കിലെത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു പ്രസൻറ്റ് പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികൾക്ക് ക്ലാസ്സസ് ഒക്കെ ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നമ്മുടെ പാർക്കും അതുകൊണ്ട് വളരെയധികം അനാഥമായിട്ട് കിടക്കുന്ന പോലെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറിയപ്പോൾ തോന്നിയിട്ടുള്ളത്.
നമ്മൾ പാർക്കൊക്കെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റർ മരിയ ഗ്രേസിൻ്റെ വെജിറ്റബിൾ ഗാർഡൻ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് താഴെ ആയിട്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വെജിറ്റബിൾ ഗാർഡനിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ആത്തയും പേരയും ഒക്കെ കാണാൻ പറ്റും. പച്ചക്കറി തോട്ടത്തിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വെണ്ടയാണ്. ഇതിലെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. ഈ കാണുന്നത് പലതരത്തിലുള്ള മുളകിൻ്റെ ചെടികളാണ്. അതേപോലെ തന്നെ ഇവിടെ ചീര, പലതരത്തിലുള്ള ചീര നട്ടു വളർത്തിയിട്ടുണ്ട്. കൂടാതെ പയറും പലതരത്തിലുള്ള പയറുകളുണ്ട്. ഇനി നമുക്ക് ഇവിടെ തക്കാളി കാണാൻ പറ്റും. തക്കാളിയൊക്കെ ഉണ്ടായിട്ട് നിൽപ്പുണ്ട്. അടുത്തതായിട്ട് ഇവിടെ പച്ചപ്പയർ ഉണ്ട്. അതേപോലെ തന്നെ അമരപ്പയർ, ചതുരപ്പയർ എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീനിയാണ്. കുറേ ചീനി വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചെടികൾ കൂടാതെ ഇവിടെ ചേന, ചേമ്പ്, ആകാശവെള്ളരി, പുതിനയില, മല്ലിച്ചെപ്പ്, മുള്ളാത്ത, കപ്പളം, കോവൽ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് സ്കൂളിൻ്റെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടാണ്. ഇനി നമ്മൾ താഴേക്ക് വരുമ്പോഴേക്കും വീണ്ടും നമുക്ക് കുറച്ച് നല്ല ചെടികൾ വെച്ച് പിടിപ്പിച്ചത് കാണാൻ പറ്റും. ഇവിടെ വെന്തി ചെടിയുണ്ട്, കൂടാതെ പയറുണ്ട്, നിത്യവഴുതനയുണ്ട്, കോവലുണ്ട്. ഇത് നമ്മളുടെ ആന്തൂറിയം ചെടികളാണ്. ഇതും ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി ഒരു പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് മീ ടിൻറ്റു സൈനിങ് ഓഫ് ഫ്രം ടിൻറ്റൂസ് ലൈഫ്.